ഒരു സീസൺ കഴിഞ്ഞാൽ പിന്നെ ഫുട്ബോൾ ആരാധകരെ വിരുന്നൊരുക്കുന്നത് ട്രാൻസ്ഫർ വിൻഡോയാണ്. എല്ലാ ഫുട്ബോൾ ആരാധകരും പിന്നീട് കാത്തിരിക്കുന്നത് ആരൊക്കെ തങ്ങളുടെ ക്ലബിൽ വന്നു ചേരും, ആരൊക്കെ തങ്ങളുടെ ക്ലബിൽ നിന്ന് പുറത്താകും എന്നതാണ്. ചിലപ്പോൾ ആരാധകർ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ ടീം വലിയ സൈനിങ്ങുകൾ നടത്താറുണ്ട്. എന്നാൽ നേരെ തിരിച്ചും ആകാറുണ്ട്. അതായത് തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ തങ്ങളുടെ ടീമിൽ നിന്ന് ആരാധകരെ നിരാശരാക്കി മറ്റൊരു ടീമിലേക്ക് കൂടുമാറാറുണ്ട്. ഇതെല്ലാം അടങ്ങിയതാണ് ട്രാൻസ്ഫർ വിൻഡോ എന്നത്. 2025 ഫുട്ബോൾ ലോകം വീണ്ടും മാറുകയാണ്. ഇതുവരെ കണ്ടതിൽ വെച്ച് വലിയൊരു ട്രാൻസ്ഫർ വിൻഡോ. പണം ഒഴുക്കി ആരാധകരുടെ സ്വപ്നങ്ങൾ ഉണരാൻ തുടങ്ങി. 10 വർഷത്തിലേറെ കഴിഞ്ഞിട്ട് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ ഇത്തരമൊരു അഗ്രസീവ് റീബിൽഡ് എടുത്തിട്ടില്ല. ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് 2025 ട്രാൻസ്ഫർ വിൻഡോയിൽ നടന്ന ഏറ്റവും മികച്ച 5 സൈനിങ്ങുകളെ കുറിച്ചാണ്. അവർ ആരൊക്കെയാണ്? അവരുടെ ക്ലബ്ബുകൾക്ക് അവർ എന്ത് മാറ്റം കൊണ്ടുവരും? എന്നാൽ ഇവരെല്ലാം ചെറുപ്പക്കാരാണ്, പക്ഷേ ഫുട്ബോളിന്റെ ഇന്റലിജൻസിൽ ഒരു വൃദ്ധനെ പോലെ. ഈ ലിസ്റ്റിൽ ഒന്നാമതുള്ളത് ജർമ്മനിയിൽ നിന്നുള്ള ഫ്ലോറിയൻ വിഡ്സ് ആണ്. ഈ 21 വയസ്സുകാരൻ ബയർ ലെവർകൂസനെ ചാമ്പ്യന്മാരാക്കി മാറ്റിയ പ്രതിഭയാണ്. 2024-25 സീസണിൽ ബുണ്ടസ് ലീഗയിൽ മാത്രം 14 ഗോളും 18 അസിസ്റ്റുമായിരുന്നു ഫ്ലോറിയൻ വിഡ്സിന്റെ സംഭാവന. യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മിഡ്ഫീൽഡറായിരുന്നു ഫ്ലോറിയൻ വിഡ്സ്. ലിവർപൂളിൽ ക്ലോപ്പ് എന്ന ചാണക്യൻ പടിയിറങ്ങിയതിനു ശേഷം അർനെ സ്ലോട്ടിന് കീഴിൽ ലിവർപൂൾ എന്ന പ്രീമിയർ ലീഗ് ക്ലബ്ബ് വളരെ മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ സീസണിലെ പ്രീമിയർ ലീഗ് കിരീടവും ലിവർപൂൾ തന്നെയാണ് നേടിയത്. ഇനി പുതിയ സീസണിലേക്ക് ലിവർപൂൾ തയ്യാറെടുക്കുകയാണ്. പരിശീലകൻ സ്ലോട്ട് തന്റെ സിസ്റ്റത്തിൽ ക്രിയേറ്റിവിറ്റി ആൻഡ് പ്രസിംഗ് റെസിസ്റ്റന്റ് പ്ലെയേഴ്സിനെ ആവശ്യപ്പെട്ടു. എന്നാൽ അവിടെ എത്തിയത് ഫ്ലോറിയൻ വിഡ്സ് ആയിരുന്നു. ലിവർപൂൾ ഫാൻസ് ഇന്ന് ആഘോഷിക്കുകയാണ്. ഈസ് ദ ന്യൂ ജെറാർഡ്. അല്ല, അദ്ദേഹം വെറുമൊരു ജെറാർഡല്ല, പുതിയ ലിവർപൂളിന്റെ ഹൃദയമാകാൻ വന്ന ഒരു യുവതാരമാണ്. ഇനി ആൻഫീൽഡിൽ മിഡ്ഫീൽഡ് സഞ്ചാരികളുടെ ആധിപത്യം ഫ്ലോറിയൻ വിഡ്സ് നയിക്കും. തിയാഗോ അൽക്കാൻഡ്ര പോയി, ഹെൻഡേഴ്സൺ കാലപ്പഴക്കമായി. ഇനി ഫ്ലോറിയൻ വിഡ്സും മാക്കലിസ്റ്ററും സ്ലോബോസ്ലായും. അതാണ് ലിവർപൂളിന്റെ ന്യൂനത മിഡ്ഫീൽഡ് ട്രയാങ്കിൾ. ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ സൈനിങ്ങും ലിവർപൂളിൻ്റേത് സ്വന്തമാണ്. നമുക്കറിയാം, തിയാഗോ ജോട്ടയുടെ അപ്രതീക്ഷിതമായ വിടവാങ്ങൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വാർത്തയായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കടന്നുപോയത്. ലിവർപൂളിൻ്റെയും പോർച്ചുഗലിൻ്റെയും ഫോർവേഡും വിങ്ങറുമായിരുന്ന തിയാഗോ ജോട്ട ലിവർപൂളിന് അയാൾ എല്ലാമായിരുന്നു. അപ്രതീക്ഷിതമായാണ് ലിവർപൂളിനെയും പോർച്ചുഗലിനെയും പിന്നെ ഫുട്ബോൾ ആരാധകരെയും ഒക്കെ നിരാശയിലാക്കി അയാൾ വിടവാങ്ങിയത്. ആ വിടവിലേക്ക് ലിവർപൂളിന് ഒരാളെ നോക്കണമായിരുന്നു പകരമായിട്ട്. എന്നാൽ അവർ തേടിയെത്തിയത് ഒരു സ്മാർട്ട് സ്ട്രൈക്കറിലേക്കാണ്. അതാണ് ഹ്യൂഗോ എക്കിറ്റിക്കെ. ഫ്രാങ്ക്ഫർട്ടിൽ നിന്നുള്ള 23 വയസ്സുള്ള ഫ്രഞ്ചുകാരൻ ബുണ്ടസ് ലീഗയിൽ കഴിഞ്ഞ സീസണിൽ 22 ഗോളുകളും 12 അസിസ്റ്റുകളുമാണ് സംഭാവന ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഒരു ഇടംകാലനാണ്, പക്ഷേ ഏത് കോണിൽ നിന്നുള്ള ഫിനിഷ് ചെയ്യാനുള്ള അപാര കഴിവാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. അൺപ്രഡിക്റ്റബിൾ ട്രിബിളിങ്ങും ഫെർമിനോയുടെ പ്രസ്സും ബെൻസിമയുടെ കാമിനസും നിങ്ങൾക്ക് എക്കിറ്റിക്കയുടെ കളിയിൽ കാണാം. ഫ്ലോറിയൻ വിഡ്സും എക്കിറ്റിക്കയും തമ്മിലുള്ള കോംബോ ലിവർപൂളിന്റെ നെക്സ്റ്റ് ഡെഡ്ലി കോമ്പിനേഷൻ തന്നെയാണ്. യുവതാരങ്ങൾക്കൊപ്പം സ്ലോട്ടിന്റെ ലിവർപൂളിന്റെ സ്ട്രൈക്കർ ഫ്യൂച്ചർ പൊളിച്ചെടുക്കാൻ തയ്യാറാണ്. ഭാവിയിൽ സലാഹിന് പകരം ഇനി റെഡ് ജേഴ്സിയിലേക്ക് വരുന്ന ഒരു ഫ്യൂച്ചറും കൂടിയാണ് എക്കിറ്റിക്കെ. ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ സൈനിങ് മാറ്റിയാസ് ക്യൂനയുടേതാണ്. വോൾസിൽ കഴിഞ്ഞ സീസൺ വരെ ആരും വലിയ പ്രതീക്ഷ വെക്കാത്തൊരു താരമായിരുന്നു മാറ്റിയാസ് ക്യൂന. പക്ഷേ റൂബൻ അമോറിമിന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെത്തിയപ്പോൾ ക്യൂനയായിരുന്നു അവരുടെ ആദ്യത്തെ ഡിമാൻഡ്. പോർച്ചുഗൽ സ്റ്റൈൽ അറ്റാക്കിംഗ് സ്ട്രക്ചറാണ് അമോറിം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നയിക്കുന്നത്. ക്യൂന ഫാൾസ് നയനായി പ്ലേ ചെയ്യുമ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് അവന്റെ പിന്നിൽ ക്രിയേറ്ററായി മാറും. 17 ഗോളും 6 അസിസ്റ്റുകളുമായിരുന്നു വോൾസിൽ ക്യൂനയുടെ സ്റ്റാറ്റ്സ്. പക്ഷേ അമോറിമിന്റെ കീഴിൽ ഇത് ഇരട്ടിയാവാമെന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്യാമ്പ് വിശ്വസിക്കുന്നു. ക്യൂന
ക്യൂന മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു റീസ്റ്റാർട്ടാണെന്ന് തീർച്ചയായും പറയാം. ഈ ലിസ്റ്റിലെ 4ാമത്തെ താരം യുണൈറ്റഡ് സൈൻ ചെയ്ത ബ്രയാൻ എംബൂമോയെക്കുറിച്ചാണ്. പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ സീസണിൽ മാത്രം 20 ഗോളുകളാണ് അയാൾ അടിച്ചുകൂട്ടിയത്. റൈറ്റ് വിങ്ങിൽ ആന്റണി സ്ട്രഗിൾ ചെയ്തപ്പോൾ യുണൈറ്റഡ് ക്ലീൻ ഡിസിഷനാണ് എടുത്തത്. എംബൂമയുടെ സ്പേസും ആക്യുറസിയും അഗ്രഷനും ഇവയൊക്കെ ആന്റണിക്ക് ഇല്ലാത്തവയായിരുന്നു. കാമറൂണിയൻ ആന്തമോടെ പിച്ചിൽ കയറി വരുന്ന ഈ വിങ്ങർ ഓൾഡ് ട്രഫോർഡിലെ പടപ്പൊലികൾക്ക് തീപ്പൊള്ളമാകുമെന്ന് ഉറപ്പാണ്. ക്യൂഞ്ഞയും എംബൂമയും ഗർണാച്ചോയും അടങ്ങിയ അറ്റാക്കിംഗ് നിര ഒരു ഡേഞ്ചർ ട്രയാങ്കിളാണ്. ഈ ലിസ്റ്റിലെ 5ാമത്തെ സൈനിങ് ആർസണൽ നടത്തിയ ഒരു സൈനിങ് ആണ്. ആർസണൽ ഓരോ സീസണിലും ടൈറ്റിൽ നേടാനായി ചിറക് വിരിക്കുന്നവരാണ്. പക്ഷേ ഒരു പ്രശ്നം എപ്പോഴും അവർക്കുണ്ടായിരുന്നു: ഒരു നല്ല സ്ട്രൈക്കർ ആ ടീമിൽ ഇല്ല എന്നത്. ഇനി അതിനൊക്കെ ഫുൾ സ്റ്റോപ്പ് എന്ന് പറയാനെത്തിയത് വിക്ടർ ഗ്യോക്കറസ് ആണ്. സ്പോർട്ടിംഗ് CBയിൽ നിന്നുള്ള ഈ സ്വീഡൻ ടാങ്ക് 66 ലീഗ് മത്സരങ്ങളിൽ നിന്ന് 68 ഗോളുകളാണ് നേടിയത്. ഈ സ്റ്റാറ്റിൽ നിന്ന് തന്നെ അയാളുടെ ക്വാളിറ്റി നമുക്ക് അളക്കാവുന്നതാണ്. അതെ, ഒരു ഭീമൻ ഫ്രെയിമാണ് അയാൾക്കുള്ളത്. ക്ലിനിക്കൽ ഫിനിഷിംഗ്, ഏരിയൽ പ്രസൻസ് ഇതെല്ലാം അയാളുടെ പോസിറ്റീവാണ്. മാർട്ടിനെല്ലി, സാക്ക, ട്രൊസാർഡ്, ഇതിനിടയിൽ ഗോക്രസ് കൂടെ ഒരു ഹമ്മർ പോലെ ഗോൾ പോസ്റ്റിൽ അടിവെക്കും.